സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ രൂപവൽക്കരിക്കുക എന്നത് കേരളത്തിൽ വളരെ മുൻപേ തുടങ്ങിയ പ്രതിഭാസമാണ്. ഇന്ന് സമദൂരം ഇടയ്ക്കിടെ പറയുന്ന NSSന് ഒരു ദശാബ്ദക്കാലത്തിലേറെ സജീവമായി പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ സംഘടനയുണ്ടായിരുന്നു. 1973 ജൂലൈ 22 രൂപീകരിച്ച നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന NDP. UDF മുന്നണിയുടെ ഭാഗമായി നിന്നിരുന്ന NDP 80കളുടെ അവസാനത്തിൽ സ്വാഭാവിക രാഷ്ട്രീയ അകാല ചരമത്തിന് വിധേയപ്പെടുകയായിരുന്നു. ആ പാർട്ടിയുടെ ചരിത്ര പാഠങ്ങൾ പരിശോധിക്കുകയാണ് പോൾ പോട്ട്. സ്വാഗതം. 1969 ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആഘാതം അനുഭവിച്ചത് NSS ആണെന്ന് കുറ്റപ്പെടുത്തിയാണ് സംസ്ഥാന പ്രസിഡന്റ് കളത്തിൽ വേലായുധൻ നായരും NSS ജനറൽ സെക്രട്ടറി കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയും NDPക്ക് രൂപം നൽകുന്നത്. സംവരണ പ്രശ്നമാണ് രാഷ്ട്രീയ പാർട്ടി വേണമെന്ന നിലപാടിലേക്ക് NSSനെ എത്തിച്ചത്. മന്നത്ത് പത്മനാഭന് ശേഷം ആ നിലയിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള നേതാക്കൾ ആരും ഇല്ല എന്നതും കാരണമായിരുന്നു. കരുണാകരൻ നടത്തിയ നീക്കമായിരുന്നു പാർട്ടി രൂപീകരണത്തിന് പിന്നിലെന്ന് നിരീക്ഷിച്ചവരുമുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള 1977 പൊതു തെരഞ്ഞെടുപ്പിൽ ലീഡർ കെ കരുണാകരൻ NDPയെ ഒപ്പം കൂട്ടി. NDPയുടെ പേരിൽ മത്സരിച്ച 5 പേരും വിജയിച്ചു. ഐക്യമുന്നണി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവരെ സർക്കാരിൽ ഭാഗമാക്കിയില്ല. 1978 തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ NDPക്ക് ആ സീറ്റ് നഷ്ടമായി. പിന്നീട് ആശയ ഭിന്നതയെ തുടർന്ന് NDP രണ്ടായി പിളർന്നു. തുടർച്ചയായി ഉണ്ടായ ഭരണമാറ്റങ്ങൾക്കൊടുവിൽ CH മുഹമ്മദ് കോയ മന്ത്രിസഭയിലാണ് NDP ആദ്യമായി ഭാഗമാകുന്നതും N ഭാസ്കരൻ നായർക്ക് ആദ്യ മന്ത്രി പദം ലഭിക്കുന്നതും. CH മന്ത്രിസഭ തകർന്നതോടെ വീണ്ടും തെരഞ്ഞെടുപ്പ്. 1980, 82 തെരഞ്ഞെടുപ്പുകളിൽ NDP ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. 1982 4 പേരെ NDP സഭയിലെത്തിച്ചു. അന്ന് തൃപ്പൂണിത്തറയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട KGR കർത്ത മന്ത്രിപദത്തിലെത്തി. ഒരു വർഷത്തിനു ശേഷം അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. പിന്നീട് മന്ത്രിയായി ചുമതലയേറ്റ KP രാമചന്ദ്രൻ നായരെയും അഴിമതി ആരോപണങ്ങൾ പിന്തുടർന്നു. 1.5 കൊല്ലത്തിനു ശേഷം അദ്ദേഹവും രാജി നൽകി. 1987 തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും 1991 2 സീറ്റുകളും നേടി. 1996 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും NDP എന്ന പാർട്ടി അപ്രസക്തമായി. ആ വർഷം മാർച്ച് 28 UDF മുന്നണി വിടാൻ NDP തീരുമാനിച്ചു. NSS PK നാരായണ പണിക്കരുടെ നേതൃത്വത്തിലായപ്പോൾ ഇരു മുന്നണികളോടും സമദൂരം എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി.